കൃഷി ചോദ്യം ഉത്തരം സീരീസിൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഷാബാലൻ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്, കുമ്മായത്തിന് പകരം ഡോളമൈറ്റ് ഉപയോഗിക്കാൻ പറ്റുമെന്ന്. കുമ്മായത്തിന് പകരം ഡോളമൈറ്റ് ഉപയോഗിക്കാം. ഡോളമൈറ്റിനകത്ത് കുമ്മായത്തിലുള്ളതിനേക്കാൾ കൂടുതലായിട്ട് മഗ്നീഷ്യം പോലെയുള്ളവയുണ്ട്. കുമ്മായം ആണെങ്കിൽ കുമ്മായത്തിന് വളരെ വേഗത്തിൽ മണ്ണിൻ്റെ pH നിലനിർത്താനായിട്ട്, ന്യൂട്രലായിട്ട് നിലനിർത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മണ്ണിലേക്ക് വളരെ വേഗത്തിൽ കാൽസ്യത്തിനെ കൊടുക്കാനും സാധിക്കുന്നതാണ് കുമ്മായം. ഡോളമൈറ്റിൽ ഇതേപോലെ മഗ്നീഷ്യം പോലെയുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് കിട്ടുന്നതാണ്. അതുപോലെ നമ്മൾ കൃഷിക്ക് ചേർക്കുമ്പം ഇപ്പം നമ്മൾ കുമ്മായമാണ് ചേർക്കുന്നതെങ്കിൽ മണ്ണിലേക്ക് കുമ്മായം ചേർത്ത് ഒരു 10 ദിവസം വരെ എങ്കിലും വെച്ചതിന് ശേഷം മാത്രമേ വളങ്ങൾ ചേർത്ത് നമ്മൾ കൃഷി ചെയ്തു തുടങ്ങിയുള്ളൂ. ഡോളമൈറ്റിന് അങ്ങനെയില്ല. കൃഷി ചെയ്യുന്ന കൂടെ വേണമെങ്കിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത്രയും ദിവസം, ഈ 10 ദിവസമോ 5 ദിവസം പോലുമോ നമ്മൾ നോക്കി നിൽക്കേണ്ടുന്ന കാര്യമില്ല ഡോളമൈറ്റ് ഉപയോഗിക്കുന്ന അവസരത്തിൽ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കാത്തു, അങ്ങനെയാണ് എനിക്ക് വായിക്കാൻ പറ്റുന്നത്. ഇത്തരത്തിൽ നമുക്ക് ആൻസർ കിട്ടേണ്ടുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണെങ്കിൽ ആ പേര് വായിച്ചെടുക്കാൻ പാകത്തിൽ കമൻറ്റിനോട് ചേർത്ത് ചെയ്യുന്നത് നല്ലതായിരിക്കും, ഉപകാരപ്രദമായിരിക്കും. അപ്പം ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ, പച്ച ചാണകം എങ്ങനെയാണ് ചെടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെന്നാണ്. നമ്മൾ ഈ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നത് പോലെ പച്ച ചാണകം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചെടിയുടെ ചുവട്ടിലോട്ട് ചേർന്ന് കിടക്കുന്ന അവസരത്തിൽ കമ്പോസ്റ്റിംഗ് എന്ന പ്രക്രിയ നടക്കുമ്പോൾ നല്ലവണ്ണം ചൂട് ഉണ്ടാക്കും. ചൂടിനെ പുറത്തേക്ക് വിടും. ആ ചൂട് തട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ചെടിയുടെ തണ്ടുകൾ വാടിപ്പോവുകയും അഴുകിപ്പോവുകയും അങ്ങനെ ചെടി നമുക്ക് നഷ്ടമാകുകയും ചെയ്തേക്കാം. അതുകൊണ്ട് പച്ചച്ചാണകം ഉപയോഗിക്കുന്ന അവസരത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്നത്, പച്ചച്ചാണകം വെള്ളത്തിനകത്ത് കലക്കി വളരെ നേർപ്പിച്ചിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന പച്ചച്ചാണകം കലക്കിയതിന് കട്ടി അല്ലെങ്കിൽ കൺസിസ്റ്റൻസി കൂടാൻ പാടില്ല. അങ്ങനെ കൂടിക്കഴിഞ്ഞാലത്തെ കുഴപ്പം, നമ്മൾ മണ്ണിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ മണ്ണിലേക്ക് താഴാതെ മണ്ണിലിങ്ങനെ തങ്ങി നിൽക്കും. ഉണങ്ങിക്കഴിയുമ്പം കട്ട പിടിച്ചിരിക്കും. അങ്ങനെ കട്ട പിടിച്ചിരുന്നാൽ ചെടിയുടെ ചുവട്ടിൽ കിട്ടുന്ന എയർ സർക്കുലേഷൻ കുറയുകയും അങ്ങനെ ചെടി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യാം. അപ്പം പച്ചച്ചാണകം കൊടുക്കുമ്പോൾ വെള്ളത്തിൽ കലക്കി വളരെ നേർപ്പിച്ച് കൊടുക്കാൻ ശ്രമിക്കുക. ലില്ലിക്കുട്ടി എന്നു പേരുള്ള ഒരാൾ ചോദിച്ചിരിക്കുന്നൊരു ചോദ്യമാണ്, തക്കാളിയുടെയും അതുപോലെ കുരുടിച്ച് നിൽക്കുന്നു, എന്ത് ചെയ്യണം? അപ്പോൾ ഈ തക്കാളി കുരുടിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എനിക്ക് സാധാരണ വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മളുടെ മുളകിന് കുരുടിപ്പ് വന്നപ്പോൾ ഒരു സൂത്രപ്പണി ചെയ്ത് അതിൻ്റെ കുരുടിപ്പ് മാറ്റുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പല മറ്റ് വീഡിയോകൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിലും ചെടികളുടെ കുരുടിപ്പ് മാറ്റാൻ വേണ്ടി ഞാനിത് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. കളിക്ക് കുരുടിപ്പ് വരാതിരിക്കാൻ വേണ്ടി നടുമ്പോൾ തന്നെ മണ്ണിൽ കുമ്മായം ചേർത്തതിന് ശേഷം നട്ടുപിടിപ്പിക്കുക. നല്ലതുപോലെ കുമ്മായത്തിൻ്റെ അംശം മണ്ണിലുണ്ടായിരിക്കണം. അതുപോലെ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കുമ്മായം കലക്കി നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ പച്ചമുളകിന് അല്ലെങ്കിൽ മുളക് വർഗത്തിൽപ്പെട്ട ചെടികളുടെ കുരുടിപ്പ് മാറ്റാൻ ചെയ്തതുപോലെ തന്നെ നിങ്ങൾക്ക് കുമ്മായം കലക്കി ചെടികളിൽ ഒഴിക്കാം. അത് തക്കാളിക്കും അതേപോലെ തന്നെ ചെയ്തു കൊടുക്കാം. തക്കാളി പോലെയുള്ള മുളക് പോലെയുള്ള ചെടികളുടെ എല്ലാം കുരുടിപ്പ് മാറ്റാനുള്ള ജൈവമാർഗം എന്ന് പറയുന്നത് വെർട്ടിസീലിയം. നമ്മൾ ഈ ബിവേറിയയും സ്യൂഡോമോണാസും ഒക്കെ വാങ്ങിക്കുന്നത് പോലെ തന്നെ വെർട്ടിസീലിയം വാങ്ങിക്കാനുണ്ട്. ആ വെർട്ടിസീലിയം വാങ്ങിച്ച് 20 ഗ്രാം വെള്ളത്തിൽ കലക്കി ചെടിയുടെ മുകളിൽ കൂടെ ഇലകളിലെല്ലാം വീഴത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കുന്നതും സ്പ്രേ ചെയ്തു കൊടുക്കുന്നതും കുരുടിപ്പ് മാറാൻ വളരെ നല്ലതാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, എനിക്കിതിനകത്ത് പേര് വായിക്കാൻ സാധിക്കുന്നത് മൊണാറ്റെ എന്ന് വരെയാണ്. ബാക്കി മൊത്തം പേരെനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. ഇനി ഞാൻ വായിച്ച പേര് തെറ്റായിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എനിക്കതൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾ നോക്കിയാലും ഇതേപോലെ ആയിരിക്കും വായിക്കാൻ പറ്റുന്നത്. അപ്പോൾ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, എൻ്റെ മുളകിൻ്റെ ഇലകൾ എല്ലാം മഞ്ഞ കളറായി മുളക് പിടിക്കുന്നതും കുറഞ്ഞു, ഇതിന് ഞാൻ എന്ത് ചെയ്യണം എന്നാണ്. മുളകിൻ്റെ ഇലകൾ ഇപ്പോൾ ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് മുളകിൻ്റെ ഇലകൾ മഞ്ഞ നിറത്തിലാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ചുവട്ടിൽ വെള്ളം തങ്ങി നിൽക്കുന്നുണ്ടായിരിക്കും. നീർവാർച്ച സൗകര്യം കുറവുള്ളിടത്തായിരിക്കും മുളക് നിൽക്കുന്നത്. അതാകാം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാരണം. നമ്മൾ തന്നെ നോക്കിയാൽ മതി നമ്മളുടെ ചെടിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ എന്ന്. പിന്നെ മഞ്ഞ നിറം വരുന്നതെന്ന് പറഞ്ഞാൽ വളത്തിൻ്റെ കുറവ് കൊണ്ടാണ്. വെള്ളം തങ്ങി നിൽക്കാത്ത സ്ഥലമാണോ എന്ന് നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് അതിന് വളം കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് എപ്സം സോൾട്ടും കൂടെ മണ്ണിൽ വെള്ളത്തിൽ കലക്കി ചേർത്ത് കൊടുക്കുന്നത് ഇലകളുടെ മഞ്ഞളിപ്പ് മാറാനും പെട്ടെന്ന് പൂക്കളും കായ്കളും ഉണ്ടാകാനും
സഹായിക്കും. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അനു ജോ എന്ന് പറയുന്ന ആൾ ചോദിച്ചിരിക്കുന്നതാണ്. ഒത്തിരി സന്തോഷം തോന്നിപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. അനു പറഞ്ഞിരിക്കുന്നത് എൻ്റെ 7 വയസ്സുള്ള മോൻ പറഞ്ഞിട്ടാണ് ഈ കമൻറ്റ് ചെയ്യുന്നതെന്നാണ്. അത് തന്നെ വായിക്കുമ്പം, അത് കേൾക്കുമ്പം, അത് കാണുമ്പം നമ്മളുടെ മനസ്സിലുണ്ടാകുന്നൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. കാരണം ഇത്രയും ചെറിയ കുഞ്ഞുങ്ങൾ പോലും കൃഷിയിൽ ഇത്ര അധികം താല്പര്യം കാണിക്കുന്നുണ്ടല്ലോ. ഈ കൊച്ചു കുട്ടികൾ കൃഷിയിൽ അല്ലെങ്കിൽ ചെടികൾ വളർത്താൻ താല്പര്യം കാണിച്ചാൽ അവർക്കുള്ളൊരു ഗുണമെന്ന് പറയുന്നത് അവരുടെ ഒബ്സർവേഷൻ സ്കില്ല് കൂടാനുള്ള സാധ്യതയുണ്ട്. ഒബ്സർവേഷൻ സ്കില്ല് നമ്മൾ പറയുമ്പം ഇപ്പം ചെടികൾ വെച്ചിട്ടുള്ളവരാണെങ്കിൽ വലിയവരായാലും ചെറിയവരായാലും നമുക്കറിയാം കിളുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ അവർക്ക് പൊക്കം കൂടിയിട്ടുണ്ടോ, പുതിയ ഇലകൾ വന്നിട്ടുണ്ടോ, പൂക്കൾ വന്നിട്ടുണ്ടോ, ഇങ്ങനെയൊരു ഒബ്സർവേഷൻ, ഒരു നിരീക്ഷണം നമ്മൾ ഇതിനെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. കേടുകൾ വല്ലതും വരുന്നുണ്ടോ, കീടങ്ങൾ പിടിക്കുന്നുണ്ടോ ഒക്കെ. അതുപോലെ ഈ കൊച്ചു കുട്ടികളാണെങ്കിൽ ഇപ്പം വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കഴിയുമ്പം എനിക്കെൻ്റെ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം, രാവിലെ ആയാലും ഒഴിച്ചു കൊടുക്കണം, അതല്ലെങ്കിൽ എൻ്റെ ചെടി വാടിപ്പോകും. അങ്ങനെ ഉള്ള ഒരു തോന്നലുണ്ടാകുന്നത് അവർക്ക് ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ഇത് നമ്മുടെ അനുവിൻ്റെ മോനെന്ന് പറയുന്നത് വളരെ നല്ല കുട്ടിയാണ്. ഒരുപക്ഷെ ഒരു ഭാവി വാഗ്ദാനമായി തന്നെ മാറിയേക്കാം. അങ്ങനെയുള്ള ആൾ ചോദിച്ചിരിക്കുന്നത്, എന്നോട് പറയണമെന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് കുട്ടിയുടെ മുളക് ചെടിക്ക് ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള ഇലകൾ വന്നു തുടങ്ങിയതാണ്. ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള ഇലകൾ കൂടുതലും വരുന്നത് കാന്താരി ചെടികൾക്കാണ്. ആയാലും നല്ല വളർച്ചയുടെ ലക്ഷണമാണ് ആ കാണിക്കുന്നത്. അപ്പം ചെടിയും വളരട്ടെ, മോനും വളർന്നു വലുതാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരാൾ തന്നെ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. കിണർ കുഴിച്ച് കിട്ടുന്ന മണ്ണിൽ പച്ചക്കറി ചെടികൾ നടാൻ പറ്റുമോ? അവർക്ക് മണ്ണ് അവിടെ കിട്ടാൻ വലിയ പ്രയാസമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൃഷികൾക്ക് വളരെ അനുയോജ്യമായ മണ്ണെന്ന് പറയുന്നത് ഉപരിതലത്തിലുള്ള മണ്ണാണ്, ഏറ്റവും മുകളിലുള്ള മണ്ണാണ്, വളക്കൂറുള്ള മണ്ണ്. അതാണ് ചെടികളും പച്ചക്കറികളും ഒക്കെ വളർത്താൻ നല്ലത്. ആ മണ്ണിലാണ് വളത്തിൻ്റെ സാന്നിധ്യം കൂടുതലുള്ളത്. ഇപ്പം കിണർ കുഴിച്ച് കിട്ടുന്ന മണ്ണെന്ന് പറഞ്ഞാൽ കുറേ അടിയിൽ നിന്നായിരിക്കും ആ മണ്ണ് കിട്ടുന്നത്. അങ്ങനെ കിട്ടുന്ന മണ്ണിനകത്ത് യാതൊരു വളക്കൂറും പ്രതീക്ഷിക്കേണ്ട. പക്ഷെ അപ്പോഴും അത് മണ്ണാണ്, നമുക്ക് ചെടിക്ക് വളർത്താനുള്ള മീഡിയമായി ഉപയോഗിക്കാം. അതിനെ വളക്കൂറുള്ളതാക്കി മാറ്റിയതിന് ശേഷം വേണം. അപ്പോൾ നമ്മൾ സാധാരണ പോട്ടിംഗ് മിക്സ്ചർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ചില്ലി ജാസ്മിൻ വീഡിയോയിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ മണ്ണെടുത്ത് അതിൻ്റെ വളക്കൂറ് കൂട്ടുന്നതിനാവശ്യമായ സാധനങ്ങൾ ചേർത്ത്, അതുപോലെ മണ്ണിളക്കത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും ചേർത്ത് പോട്ടിംഗ് മിക്സ് ആക്കി മാറ്റി അതിൽ നമുക്ക് ചെടി വിജയകരമായി തന്നെ വളർത്തിയെടുക്കാൻ പറ്റും. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ജാലി ഹരിദാസ് എന്നാണ് എനിക്കിവിടെ വായിക്കാൻ പറ്റുന്നത്. ആൾ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് കൂട്ടുവളം? കൂട്ടുവളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ലെതർ മീലും അങ്ങനെ നമ്മളുടെ ചെടികളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും വിളവ് കൂട്ടുന്നതിനും ആവശ്യമായ പല ഘടകങ്ങൾ ചേർത്തിളക്കി പച്ചക്കറി വളം എന്ന പേരിൽ കിട്ടുന്ന ഒരു ജൈവ വളമാണ് കൂട്ടുവളം. അത് പല പല പേരുകളിൽ കിട്ടാനുണ്ട്. നമ്മൾ ജൈവ പച്ചക്കറി വളം വിൽക്കുന്ന കടകളിൽ പറഞ്ഞാൽ, പച്ചക്കറി കൃഷിയുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ വിൽക്കുന്ന അഗ്രി ഷോപ്പുകളിൽ ചോദിച്ചാൽ നമുക്ക് കിട്ടും. വളരെ നല്ലൊരു വളക്കൂട്ടാണ്. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് പച്ചക്കറി ചെടികൾക്കും പഴച്ചെടികൾക്കും ഉപയോഗിക്കാൻ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്നതായ വളം എന്ന് പറയുന്നത് നമ്മുടെ ജൈവ സ്ലറിയാണ്. കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന വളരെ നല്ലൊരു വളമാണ്. പക്ഷെ അത് ദ്രാവക രൂപത്തിലാണ്. ഇപ്പം സ്ഥിരമായി രാത്രിയിലും പകലും എല്ലാം തന്നെ മഴ പെയ്യുന്നൊരു സമയമാണ്. അപ്പം ചെടിയുടെ ചുവട്ടിലെല്ലാം നനവ് കൂടുതലായിരിക്കും, വെള്ളം ഉണ്ടായിരിക്കും, വെള്ളമയം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ദ്രാവക രൂപത്തിലുള്ള വെള്ളം ഒഴിച്ചാൽ അത് ഒഴുകി നഷ്ടപ്പെട്ടു പോകുന്നതിനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് കുറച്ച് നാളത്തേക്കായാലും ഖരരൂപത്തിലുള്ള ചില വളങ്ങളുടെ ആവശ്യമുണ്ട്. ഈ കടലപ്പിണ്ണാക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞാലും കടലപ്പിണ്ണാക്ക് ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുത്താൽ എലി വന്ന് മാന്താനും ഉറുമ്പ് വരാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ഈ മഴയൊക്കെ ഒന്ന് ഒതുങ്ങുന്നിടം വരെ നമുക്ക് ഇത്തരത്തിലുള്ള ഖരരൂപത്തിലുള്ള ജൈവവളം, ഈ കൂട്ടുവളം വാങ്ങിച്ച് ഉപയോഗിക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് റുമൈസ എന്ന് പറയുന്ന ആൾ ചോദിച്ചിരിക്കുന്നതാണ്. ബാത്റൂമിലൊക്കെ പോലും ഒച്ചുകളുടെ ശല്യം വളരെ കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമ്മൾ ചെടികളിൽ ഒച്ചുകളുടെ ശല്യം വരുമ്പം ഒച്ചിൻ്റെ ദേഹത്ത് ഉപ്പിട്ടാൽ ഒച്ചുകൾ ഇല്ലാതാകും.
പക്ഷേ നമ്മൾ ഈ ചെടികളുടെ ചോട്ടിൽ ഇപ്പം ഞാൻ ഒച്ചുകളുടെ ശല്യം ഇല്ലാതാക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്നൊക്കെ പറയുമ്പം പലപ്പോഴും എൻ്റെ വീഡിയോയുടെ താഴെ വന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യാറുണ്ട്, ഉപ്പിട്ടാൽ പോരെ, ശകലം ഉപ്പിട്ട് വാരിയിട്ട് നോക്കിക്കേ, ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ നമ്മളുടെ ചെടികളുടെ ചോട്ടിൽ ഒച്ചുകളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഒച്ചുകളുടെ ശല്യം കൂടുതലുള്ളിടത്ത് ചിലപ്പം വട്ടം പൊതിഞ്ഞ് ചെടിയുടെ കമ്പിലൊക്കെ കയറി, പച്ചമുളകിൻ്റെയൊക്കെ ചെടിയാണെങ്കിൽ കുറച്ച് മുകളിലേക്കൊക്കെ കയറി നമുക്ക് ഒച്ചുകളെ കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ മുകളിലേക്ക് നമ്മൾ ഉപ്പിനെ ഇങ്ങനെ കൂടുതലായിട്ട് ഇട്ട് കൊടുത്താലത്തെ കുഴപ്പം നമ്മളുടെ ചെടിയും കൂടെ ഉണങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ചെടികളുടെ ചുവട്ടിലൊന്നും നമുക്ക് ഉപ്പിട്ട് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. എന്നാൽ ഈ ബാത്റൂമിലൊക്കെ കയറി വരുന്ന അവസരങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഇതിനെ കണ്ടാലുടനെ അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയോ, അല്ലെങ്കിൽ നമ്മളുടെ ബാത്റൂമിൻ്റെ വാഷിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ലൈസോള്, അതുപോലെ ഹാർപ്പിക്ക്, അങ്ങനെയുള്ള സാധനങ്ങൾ എന്തൊരു ശകലം വീണാലും ഇത്തരത്തിലുള്ള ജീവികൾ നശിച്ചു പോകും. ഇനി തറയിലുള്ള ഗ്രൗണ്ട് ലെവലിലുള്ള വീട്ടിലെ ബാത്റൂമിനകത്താണ് കയറി വരുന്നതെങ്കിൽ ഒച്ചുകൾ ഒരിക്കലും ബാത്റൂമിനകത്ത് ഉണ്ടാക്കപ്പെടുന്നതായിരിക്കില്ല, മുറ്റത്തു നിന്നൊക്കെ കയറി വരുന്നതായിരിക്കും. അപ്പോൾ ബാത്റൂമിനോട് ചേർന്നുള്ള വീടിൻ്റെ പുറം ഭാഗത്ത് കുമ്മായം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒച്ചിൻ്റെ ശല്യം കൂടുതലുള്ളവരാണെങ്കിൽ വേണമെങ്കിൽ വീടിന് ചുറ്റിനും വീടിൻ്റെ ഭിത്തിയോട് ചേർന്ന് തറയിൽ മണ്ണിൽ കുമ്മായം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു പരിധിയിലധികം ഒച്ചിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ചോദ്യോത്തരത്തിന് വേണ്ടി നീക്കി വെച്ചിരുന്ന സമയ പരിധി ഏകദേശം എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് കുറച്ച് ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയും എന്നോട് ചോദിക്കാനുള്ള അല്ലെങ്കിൽ എന്നിൽ നിന്നും അറിയാനുള്ള കാര്യങ്ങൾ കമൻ്റായിട്ട് വീണ്ടും അറിയിക്കാൻ മറക്കാതിരിക്കുക. ഇതേപോലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും വരാം.